നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കൊട്ടാരക്കര ആശ്രയം ജില്ലാ സാമൂഹ്യനീതി വകുപ്പും കൊല്ലം ജില്ലാ ഭരണകൂടവും കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് ബസ് യാത്രികർക്ക് പുകയില വിരുദ്ധ ബാഡ്ജ് അണിയിക്കുന്ന ചടങ്ങ് ഇന്ന് രാവിലെ 9:30 കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS ഉദ്ഘാടനം നിർവഹിച്ചു. കൊട്ടാരക്കര ആശ്രയയും ജില്ലാ ഭരണകൂടവും ജില്ലാ സാമൂഹ്യ നീതി ഓഫീസും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടികളാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. പുകയില സമൂഹത്തിൽ വരുത്തുന്ന വിപത്തുകൾ ഓരോ വ്യക്തി ജീവിതത്തെയും കുടുംബത്തെയും വ്യക്തിയുടെ ശരീരത്തെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്നുള്ളത് ആർക്കും പഠിപ്പിക്കാതെ തന്നെ ബോധ്യമുള്ളതാണ്. ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് നശാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതി പ്രകാരമുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൻ്റെ പ്രാരംഭമായി ഇന്ന് ലഹരി വിരുദ്ധ സന്ദേശമടങ്ങുന്ന ബാഡ്ജ് അണിയിക്കൽ കർമ്മമാണ്. കൊട്ടാരക്കര KSRTC ഡിപ്പോയിൽ യാത്രയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ആളുകൾക്കും, ദീർഘദൂരം ബസ്സിൽ യാത്ര ചെയ്ത് വരുന്ന ആളുകൾക്കുമെല്ലാം അവർ ബസ്സിനകത്ത് കയറി ആളുകൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന ബാഡ്ജ് അണിയിക്കൽ ചടങ്ങാണ് നടക്കുന്നത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്കൊക്കെ ബഹുമാന്യനും ആദരണീയനുമായ കൊല്ലം ജില്ലാ റൂറൽ പോലീസ് മേധാവി പ്രിയ സാബു മാത്യു IPS അവറുകളാണ്. അദ്ദേഹം കൃത്യസമയത്തിന് മുന്നമേ തന്നെ എത്തിച്ചേർന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. നമ്മുടെ സ്വന്തമായിട്ടുള്ള നമുക്കൊക്കെ നമ്മുടെ സ്വന്തം വീടുകളിൽ ഏതു സമയത്തും രാവും പകലും ഒന്നുപോലെ നമുക്ക് കിടന്നുറങ്ങുന്നതിനും നമുക്ക് സുഗമമായി പൊതുനിരത്തിൽ സഞ്ചരിക്കുന്നതിനും നമുക്ക് നാട്ടിൽ ക്രമസമാധാന പരിപാലനം ഉറപ്പാക്കിക്കൊണ്ട് കൊല്ലം ജില്ലയെ ക്രമസമാധാന പരിപാലന കാര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം 100% ഏറ്റെടുത്തുകൊണ്ട് വളരെ വിജയകരമായി നേതൃത്വം നൽകുന്ന പോലീസ് സേനയെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ പ്രിയപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ സാബു മാത്യു IPS അവറുകൾ. അദ്ദേഹം കൊട്ടാരക്കരയിൽ ആദ്യമല്ല, ഇതിനു മുമ്പും അദ്ദേഹം കൊട്ടാരക്കരയിൽ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് നമുക്കെല്ലാം അറിയാവുന്നതാണ്. സാധാരണക്കാരോടും പാവങ്ങളോടും ഒക്കെ വളരെ കാരുണ്യമുള്ള, കുഞ്ഞുങ്ങളോടും അമ്മമാരോടും വളരെ സ്നേഹം പുലർത്തുന്ന, എല്ലാവർക്കും നന്നായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി നൽകണമെന്ന ആഗ്രഹത്തോടുകൂടി സമസ്ത മേഖലകളിലും പോലീസിൻ്റെ ഇടപെടൽ ഉറപ്പാക്കിക്കൊണ്ട് സാമൂഹ്യ സേവനത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ സാബു മാത്യു സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി നിങ്ങളുടെ എല്ലാം അനുഭവത്തോടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചെറു പ്രഭാഷണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ആദ്യമായി ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഒന്നിലധികം പേർക്കോ അദ്ദേഹത്തിൻ്റെ സമയം ലഭിക്കുന്ന മുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൊല്ലത്ത് തിടുക്കമുള്ള ഇന്ന് പരിപാടികളുണ്ട്. ആ പരിപാടിക്ക് ഇടയിലൂടെയാണ് അല്പസമയം നമുക്കായിട്ട് വേർതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയ ഔദ്യോഗിക കൃത്യനിർവഹണ ചുമതല തിടുക്കത്തിലായിട്ട് പോലും ഈ ഒരു സംരംഭവുമായി ബന്ധപ്പെട്ട് പുകയിലയ്ക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ പങ്കാളിയാകുവാൻ അങ്ങ് കടന്നു വന്നതിലുള്ള സ്നേഹവും സന്തോഷവും ഞങ്ങൾ പ്രത്യേകം അറിയിക്കുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനായി ബഹുമാന്യ SP പ്രിയ സാബു മാത്യു സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ലഹരി നമ്മുടെ രാജ്യത്തെ മാത്രമല്ല പല രാജ്യങ്ങളിലെയും യുവാക്കളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ്. ലഹരിയുടെ ഉപയോഗം നമ്മുടെ സംസ്ഥാനത്ത് വളരെയധികം കൂടി ലഹരിക്കെതിരെ വളരെ ഫലപ്രദമായ നിയമനടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ 10 ദിവസം ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തി ഏകദേശം 41ഓളം കേസുകൾ ലഹരിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു 6 മാസങ്ങളിൽ 100-ൽ പരം കേസുകൾ രജിസ്റ്റർ ചെയ്യും വൻതോതിൽ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലാകമായും ഇന്ത്യയിലാകമായും പോലീസിൻ്റെയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും വളരെ ഫലപ്രദമായ ഇടപെടൽ നടക്കുന്നുണ്ട്. ഒരു വശത്ത് അതുണ്ടെങ്കിൽ തന്നെയും മറുവശത്തൂടെ ലഹരിയുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഇന്നത്തെ സമൂഹത്തിൽ നാം കാണുന്നത്. പ്രത്യേകിച്ച് പല വിദേശ രാജ്യങ്ങളിലും നമ്മുടെ സമ്പദ്ഘടനയെയും നമ്മുടെ യുവത്വത്തെയും തകർക്കാൻ വേണ്ടി ഒരു മാർഗമായിട്ടാണ് ഇന്ന് ലഹരി കാണുന്നത്. അത് ഓരോ യുവാക്കളും ഓരോ സിറ്റിസണും തിരിച്ചറിഞ്ഞ് അതിനെതിരെ ഫലപ്രദമായ അവയർനെസ് ഉണ്ടാക്കണം, സമൂഹത്തിലുണ്ടാക്കണം. നമ്മൾ ഇന്നിവിടെ ഈ തുടങ്ങുന്ന ഈ ഒരു സംരംഭം അതിനൊരു നാന്ദിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നടത്തിയ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നഗരപിതാവ് പ്രിയ SR രമേശ് അവറുകൾ സംബന്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
കൊല്ലം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പ്രിയ ഹരികുമാരൻ നായർ സാറ് സംബന്ധിക്കുന്നു. കൊട്ടാരക്കരയുടെ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അടക്കമുള്ള പോലീസ് സേനയുടെ നല്ലൊരു വിഭാഗം ഇന്ന് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ, നാട്ടുകാർ എല്ലാവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിയാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ലോക പുകയില വിരുദ്ധ ദിനമായ ഇന്ന് കലയപുരം ആശ്രയ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ലോക പുകയില വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന ബാഡ്ജ് കുത്തുന്ന ഒരു ചടങ്ങാണ് ഇവിടെ. ഇതിലേക്ക് പ്രവർത്തിക്കുന്നത് നമ്മുടെ കലയപുരം ജോസ് സത്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനവും ഈ പറഞ്ഞ സാമൂഹിക പ്രതിബദ്ധതയുമുള്ള ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പോലീസും ഏർപ്പെട്ടു വരികയാണ്. ഈ പദ്ധതിയിൽ ഈ ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന ഈ ഒരു റാലിയിൽ കൊട്ടാരക്കര പോലീസിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും മറ്റ് സപ്പോർട്ടും ചെയ്തുകൊണ്ട് Liar.